ഈ ഒരു സൂപ്പർമാൻ എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഭയങ്കരമായി ഒരു ഇൻസ്പിറേഷനും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കൊച്ചു കുട്ടിക്ക് സൂപ്പർമാൻ ആരാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഈ സിനിമ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എത്തും. അതാണ് എനിക്ക് മനസ്സിലായത്. അല്ലാതെ എനിക്ക് കുഴപ്പമില്ലാത്തൊരു പടം എന്നല്ലാതെ അത്യുഗ്രൻ എന്നൊന്നും പറയാനില്ല. ബിക്കോസ് ഇതുപോലെ തല്ലു കൊള്ളണ ഒരു സൂപ്പർമാന് പുള്ളി തല്ലു കൊള്ളാറുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയാറില്ല. പുള്ളി തല്ലു കൊള്ളണത് ഡൂംസ്ഡേ ആയിട്ടും ഡാർക്ക് സൈഡൊക്കെ ആയിട്ടൊക്കെയാണ് പുള്ളി ഇത് 3 നടി മേടിക്കണത്. ഇത് ആരിടയിൽ ലെക്സ് ലൂഥർ വന്നിട്ട് അമ്മ സൂപ്പർമാൻ അവിടെ കൈ പൊക്കും, ഇവിടെ കാല് പൊക്കും, മറ്റവിടെ കശം പൊക്കും എന്ന് പറഞ്ഞിട്ട് ഇടിയോടെ ഇടി. മാർവലിലെ ഹൾക്കിൻ്റെ സീനില്ലേ, ഹൾക്ക് ലോക്കി എടുത്തിട്ട് മറ്റേ അലക്കണ ഒരു സാധനമില്ല, അതുപോലത്തെ ഒരു സാധനം ഈ പടത്തിലുണ്ട്. ഞാൻ പറഞ്ഞു ഭയങ്കരമായിട്ട് മാർവൽ ഇൻസ്പയർ ചെയ്ത ഒരു സിനിമ. തൊട്ടനും പിടിച്ചതിനൊക്കെ വെറുതെ കോമഡി. ഇതിലെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ഉണ്ട്. ചൂരലി വെച്ച് അടിച്ചു കൊടുക്കണം അതിനെയൊക്കെ. ഇങ്ങനെയാണ് അഭിനയിക്കാനുള്ളത്. മറ്റേ 10 രൂപ എടുത്ത് കഴിഞ്ഞാൽ 5000 രൂപ അഭിനയിക്കും എന്ന് പറയുന്ന ഒരു സ്കീമുണ്ടല്ലോ, അത്. അയ്യോ, സൂപ്പർമാൻ്റെ ഒരു സീനിൽ ഒരു 2 മറ്റേ സെല്ലിൽ അടക്കണ 2 പേരുടെ ഒരു പ്രകടനമുണ്ട്. എൻ്റെ പൊന്നോ. ആസ് എ സൂപ്പർമാൻ ഫാൻ ഐ വാസ് വെരി മച്ച് എന്താ പറയുക, എനിക്ക് ഭയങ്കര വിഷമം തോന്നി അത് കണ്ടിട്ട്. ഐ നോ ആ ഒരു പാറ്റേൺ വെച്ചൊക്കെ അടി കൂടുന്നതൊക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു പാറ്റേൺ മാറ്റി പിടിക്കാനുണ്ടാത്ത മനുഷ്യനൊന്നും അല്ല അങ്ങേര്.